തുടർച്ചയായി 2 സിനിമകൾ 100 കോടി ക്ലബിൽ കയറിയ ഏക നടനായി മോഹൻലാൽ. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങൾക്കാണ് ഈ നേട്ടം കൈവരിക്കാനായത്. 2019-ൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗമായാണ് എമ്പുരാൻ എന്ന ചിത്രം എത്തിയത്. ആദ്യ ഭാഗത്തിൽ നിന്നും വ്യത്യസ്തമായി ആക്ഷനേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എമ്പുരാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ലൂസിഫറിലെ മോഹൻലാൽ കഥാപാത്രം എമ്പുരാനിലെത്തുമ്പോൾ അബ്രഹാം ഖുറേഷിയായാണ് അവതരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ ചിത്രത്തെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ഇതിനു പിന്നാലെയാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ തുടരുമെന്ന സിനിമ എത്തുന്നത്. അതുവരെ ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകി സിനിമകൾ ചെയ്തിരുന്ന മോഹൻലാൽ എന്ന നടൻ തുടരുമിൽ തീർത്തും വ്യത്യസ്തരായിരുന്നു. കുടുംബ പ്രേക്ഷകരെ ഒന്നാകെ കയ്യിലെടുക്കാൻ ലാലിനായി. എമ്പുരാനിലെ അബ്രഹാം ഖുറേഷിയിൽ നിന്നും തുടരുമെന്ന സിനിമയിൽ ബെൻസ് എന്ന വിളിപ്പേരുള്ള ഷൺമുഖത്തിലേക്ക് എത്തുമ്പോഴുള്ള ട്രാൻസ്ഫോർമേഷൻ പ്രേക്ഷകരെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. മലയാളത്തിലെ മറ്റൊരു നടനും അവകാശപ്പെടാനാകാത്ത ഒരു റെക്കോർഡാണ് ഈ 2 ചിത്രങ്ങളിലൂടെ മോഹൻലാൽ എന്ന നടൻ നേടിയിരിക്കുന്നത്. 2024-ൽ പുറത്തിറങ്ങിയ ബറോസ്, മലൈക്കോട്ടെ വാലിബൻ എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നില്ല. ഇത് മോഹൻലാൽ ആരാധകരെ പോലും ഏറെ നിരാശരാക്കിയിരുന്നു. മോഹൻലാൽ എന്ന നടന്റെ ഉയർത്തെഴുന്നേൽപ്പ് കേരളത്തിലെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരുന്ന ഒന്നാണ്. അപ്പോഴാണ് എമ്പുരാൻ, തുടരുമെന്നീ ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഈ 2 സിനിമകളും ആരാധകർക്കിടയിൽ ആവേശം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ പുലിമുരുകനിൽ ഒരു ഡയലോഗുണ്ട്: പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാ. അതാണ് മോഹൻലാൽ എന്നാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത്. നെഞ്ചു വിരിച്ച് മീശ പിരിച്ചഭിനയിക്കുന്ന ലാലേട്ടനേക്കാൾ ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടം കുടുംബസ്ഥനായ മോഹൻലാലിനെയാണ്. 2022-ൽ ഇറങ്ങിയ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം ബ്രോഡാഡി ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അച്ഛനും മകനും തമ്മിലുള്ള സൗഹൃദപരമായ ഊഷ്മള ബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രമാണ്. അതിനു മുൻപും മോഹൻലാൽ അത്തരത്തിലുള്ള ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ബാലേട്ടൻ, തന്മാത്ര, ചന്ദ്രോത്സവം, മാടമ്പി തുടങ്ങിയ ചിത്രങ്ങൾ അത്തരം സിനിമകളിൽ ചിലതു മാത്രം. കുടുംബ ചിത്രങ്ങളോടൊപ്പം ആക്ഷൻ സിനിമകളും ഒരേപോലെ കൊണ്ടുപോകുന്ന നടൻ കൂടിയാണ് മോഹൻലാൽ. മോഹൻലാൽ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ നിരവധി ചിത്രങ്ങൾ അത്തരത്തിൽ പിറന്നിട്ടുമുണ്ട്. എന്നാൽ ആ കൂട്ടുകെട്ടിൽ അടുത്തിടെ ഇറങ്ങിയ എലോൺ മാത്രമാണ് പരാജയപ്പെട്ടത്. തുടർച്ചയായി ആക്ഷൻ സിനിമകൾ ചെയ്ത് മോഹൻലാലിന് ഒരു മാറ്റമുണ്ടാക്കി കൊടുത്തത് ഇപ്പോൾ പുറത്തിറങ്ങിയ തുടരുമെന്ന സിനിമയാണെന്ന് പറയാം. അതുകൊണ്ടാകാം കുടുംബ പ്രേക്ഷകരടക്കം ഈ സിനിമയെ ഏറ്റെടുത്തത്, വലിയ വിജയം സമ്മാനിച്ചത്. നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന ദുരഭിമാന കൊലകളെ കുറിച്ചുള്ള വാർത്തകൾ ഞെട്ടലോടെയാണ് കേൾക്കാറുള്ളത്. അത്തരമൊരു പ്ലോട്ടാണ് തുടരുമെന്ന സിനിമയിലുള്ളത്. സിനിമ കണ്ടിറങ്ങുന്ന ചില പ്രേക്ഷകരിൽ ഈ ചിത്രം ദൃശ്യത്തിന്റെ മറ്റൊരു പതിപ്പാണോ എന്ന സംശയവും ഉണർത്തിയിട്ടുണ്ട്. എങ്കിലും മോഹൻലാൽ എന്ന താരത്തിന്റെ പകർന്നാട്ടം തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. 1080-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ മലയാള സിനിമയിലേക്ക് ചുവട് വെക്കുന്നത്. ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിലൂടെ നായകനായി എത്തുകയും കുറഞ്ഞത് 167 ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. മേജർ മഹാദേവൻ മലയാളികൾക്ക് അങ്ങനെ മറക്കാനാവുന്നൊരു പേരല്ല. മോഹൻലാൽ പട്ടാള വേഷത്തിലെത്തിയ ചിത്രങ്ങൾക്ക് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു. നാടകത്തിലും സിനിമയിലുമായി ഒട്ടേറെ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇനിയും ഈ വിജയയാത്ര തുടരുക തന്നെ ചെയ്യട്ടെ.